നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 3 പേരെ കൊല ചെയ്യപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയാണ്. അതിൽ 2 പേർ, അച്ഛനും അമ്മയും, സ്വയം ആത്മഹത്യ ചെയ്തു. അവരുടെ 2 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത്. അജീഷ് എന്നാണ് ഈ ഒരു യുവാവിന്റെ പേര്. 38 വയസ്സാണ്. ഭാര്യ സുലു, 34 വയസ്സ്. കുഞ്ഞ് 2 വയസ്സ് മാത്രമാണ് പ്രായം. ആർദ്രിത് ആദി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇവരിത് എന്തിനെ ചെയ്തു? നാട്ടുകാർക്കടക്കം ഈ ഒരു കുടുംബത്തെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. വളരെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ചെറുതായിട്ട്. എന്നിരുന്നാലും നല്ല സന്തോഷത്തോടു കൂടി അയൽക്കാരോടൊക്കെ നല്ലപോലെ പെരുമാറുന്ന, അല്ലെങ്കിൽ നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്നാണ് നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഒരു പ്രാഥമിക നിഗമനത്തിലെത്തുമ്പോൾ ചില അസുഖങ്ങൾ ഈ അജീഷ് എന്ന് പറയുന്ന യുവാവിന് ഉണ്ടായതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് സ്ഥിരീകരിച്ചത്. മാത്രമല്ല അവരുടെ കുഞ്ഞിന് 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ തന്നെയാണ് അവരെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനും തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. സത്യത്തിൽ ആ ഒരു ഫാമിലി ഫോട്ടോ കണ്ടിരുന്നു. എന്ത് രസമല്ലേ അവര് ആ ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മ കരഞ്ഞ് നിലവിളിക്കുന്നത് ഉണ്ടായിരുന്നു. പറയുന്നുണ്ട്, ഇനി ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിന് പോയിട്ട് നമുക്ക് തീരുമാനിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ വിളിച്ചിട്ടും സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. പിന്നീട് കുറച്ച് സമയം കൂടി നോക്കി, ചിലപ്പോൾ വയ്യായിക എന്തെങ്കിലും കൊണ്ട് എഴുന്നേൽക്കാത്തതായിരിക്കും. പിന്നീട് നോക്കിയിട്ട് കാണുന്നില്ല. പിന്നീട് ഒരു 10 മണി കഴിഞ്ഞിട്ടും എഴുന്നേറ്റ് വരാത്തപ്പോഴാണ് ഈ മുറിയിലൊന്ന് തട്ടി നോക്കി. അപ്പോഴും അനക്കമില്ല. അപ്പോഴെന്തോ ഒരു അസ്വാഭാവികത തോന്നി അമ്മ നിലവിളിച്ച് നാട്ടുകാരെയൊക്കെ തന്നെ വീട്ടിനകത്തേക്ക് കയറ്റുകയായിരുന്നു. അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കുഞ്ഞും തൂങ്ങി മരിച്ച നിലയിൽ അച്ഛനും അമ്മയും ഉണ്ടാകുന്ന ഒരു കാഴ്ച. ആ ഞെട്ടൽ എല്ലാവരും കണ്ടത് എന്നുള്ളതാണ്. പിന്നീട് മനസ്സിലാകുന്നത് തനിക്ക് ക്യാൻസർ ആണ് എന്ന് ഈ മാസം ആദ്യത്തോടു കൂടിയൊക്കെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. ക്യാൻസർ ആയിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ആരോടും പറയരുതേ എന്ന് അമ്മയോട് ഒരു അപേക്ഷ നേരത്തെ തന്നെ വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് പറയാൻ ഒരു മടി. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല, ആ അമ്മയ്ക്കും അച്ഛനും അല്ലാതെ ഒത്തുകൂടിയ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം. നോക്കിക്കഴിഞ്ഞാൽ പ്രവാസിയായിരുന്നു അദ്ദേഹം. അജേഷ് പ്രവാസിയായിരുന്നു. 38 വയസ്സാണ് അദ്ദേഹത്തിന്. പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെട്ട സമ്പാദ്യം വെച്ച് ഒരു വീട് വെച്ചു. വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ 8 വർഷത്തിന് ശേഷം, വിവാഹം കഴിഞ്ഞ 8 വർഷക്കണക്ക് കൃത്യമായി ഓർമ്മയില്ല. വിവാഹം കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതിനു മുൻപ് ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അത് മരിച്ചുപോയി. അത് കുഞ്ഞ് ജനിച്ചില്ല. അതിനു മുന്നേ തന്നെ അബോർഷനായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. പിന്നീട് കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ പ്രീമെച്വർ ബേബി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു ചിലവ്, ഈ ആരോഗ്യപരമായും ആശുപത്രിയിലൊക്കെ തന്നെ വലിയ താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ബില്ലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടം വാങ്ങുകയും ആ ബില്ലുകളൊക്കെ തന്നെ തീർക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ കൃത്യമായി മാന്യമായി തന്നെ തന്റെ കയ്യിൽ ഇല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഇല്ലാത്ത കടം വാങ്ങിയോ അല്ലെങ്കിൽ വീട് ലോൺ വെച്ചോ ഒന്നും തന്നെ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം തോന്നിയ ഒരു കാര്യം, സ്വന്തം വീട് സ്വന്തമായി അധ്വാനിച്ച വീടാണ്. കടം തീർക്കണമെങ്കിൽ വീട് വിറ്റ് കഴിഞ്ഞാൽ കടം തീർക്കാമെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം അങ്ങനെ വീട് വിൽക്കുന്നു. വീട് വിറ്റ് ഈ കടങ്ങളൊക്കെ തന്നെ തീർത്തിട്ട് ഒരു വാടക വീട്ടിൽ സന്തോഷമായി കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുന്ന ഘട്ടത്തിലാണ് വില്ലനായി ക്യാൻസർ രോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം, ഇനി ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇനി ചികിത്സിക്കാൻ ഒരുപാട് പണം ആവശ്യം വരും, സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു, മകൻ വളർന്നു വരുന്നുണ്ട്, മകനും അതൊരു ബുദ്ധിമുട്ടാകും, ഭാര്യയുണ്ട്, അവർക്കും ഒരു ബുദ്ധിമുട്ടാകും. വളരെ സ്നേഹത്തോട് കഴിഞ്ഞ 2 ദമ്പതിമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കടം തന്നെ ബാധിക്കുമെന്നുള്ള പേടിയായിരിക്കണം ഒരു പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ സാമ്പത്തികപരമായി ഞെരുക്കമുണ്ടായത് കൊന്ന പേടിയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആത്മഹത്യ കുറിപ്പ് ലഭിച്ചിരുന്നു. അതിലും അത് തന്നെയാണ്, സാമ്പത്തികപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അതിനാൽ ഞങ്ങൾ മരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ അത് തന്നെയാണ്, അങ്ങനെ സാമ്പത്തികപരമായുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഒപ്പം അതുപോലെ തന്നെ രോഗക്കിടയായി പോകുമോ, മറ്റാരുടെയെങ്കിലും സഹായമൊക്കെ വേണ്ടി വരുമോ, അങ്ങനെയുള്ള ഒരു വ്യാകുലത അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഈ ഗൾഫിൽ നിന്ന് 6 മാസം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഒരു ഗുമസ്തനായിട്ട് കൊല്ലത്ത് ജോലി ചെയ്തു വരികയാണ്. അതായത് അധ്വാനിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം വീട് വെച്ചു എന്ന് പറഞ്ഞു. കാരണം ഇന്നൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണും.
കാരണമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അധ്വാനിക്കാൻ യാതൊരു മടിയില്ലാതെ തന്റെ കുടുംബം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ RCCയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളും നടത്തിയപ്പോഴാണ് ഈ ഒരു ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചത്. മാത്രമല്ല ഈ ഒരു കുഞ്ഞിന് തലയിൽ മുഴയും മറ്റു രോഗങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്നുണ്ട് കുഞ്ഞിനും ഇനി ഭാവിയിൽ ചികിത്സയും കാര്യങ്ങളും ഉണ്ടത്രേ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഭയന്ന് കാണാം. തനിക്കും വയ്യാതെയായി ഇനി താനും കൂടി തളർന്നു കഴിഞ്ഞാൽ ആര് നോക്കും ഈ ഒരു കുഞ്ഞിനെ എന്നുള്ളത് ആ ഒരു ഭയവും അതുപോലെ തന്നെ ആ ഒരു മാനസിക സംഘർഷമൊക്കെ തന്നെയായിരിക്കാം അവരെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവും. ഒരു പക്ഷെ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം ഇത് കാണുന്ന പലരും ഒരു പക്ഷെ സമാനമായ സാഹചര്യത്തിലൂടെയോ അല്ലാതെയോ കടന്നു പോയിക്കൊണ്ടിരിക്കാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ ഇതൊക്കെ മാറാം. കാരണം ക്യാൻസറിൽ നിന്ന് റിക്കവറി ആയിട്ടുള്ള എത്രയോ പേര് നമുക്കറിയാമല്ലേ. സാമ്പത്തികപരമായി നിരവധി പണം മുടക്കിയില്ല എങ്കിൽ പോലും ക്യാൻസറിൽ നിന്നും റിക്കവറി ആയി വരുന്ന അനവധി ആളുകളുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റീസും മെഡിക്കൽ ഫീൽഡും ഒക്കെ തന്നെ അജഗജാന്തരം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിൽ വലിയ രീതിയിലുള്ള മെഡിക്കൽ ടീം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഒന്നും ആരും ഭയന്ന് വിറച്ച് ഇത്തരം ആത്മഹത്യയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുന്നത്. ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് അല്ലെ, ജീവിക്കണമെന്ന് കൊതിയുണ്ട്. പക്ഷെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, സാമ്പത്തികം ഒന്ന് എന്ന ഒരു ഇതുകൊണ്ട് തകർന്നു പോയൊരു ജീവിതം. രോഗബാധിതൻ അല്ലെങ്കിൽ ഒരു പക്ഷെ താൻ സ്വയം പണിയെടുത്ത് ജീവിക്കുമെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നതാണ്. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഷെമി എന്ന ആ വീട്ടമ്മയും ആ 2 മക്കളെയും അല്ലേ. ഷെമിയല്ലോ, ഷൈനി. തെറ്റി. ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കുമ്പോൾ ഷൈനി എന്ന വീട്ടമ്മയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഷൈനിയും 2 മക്കളും ജീവിക്കാൻ സാഹചര്യമില്ലാതെ സാമ്പത്തികപരമായി ഞെരുങ്ങി ശ്വാസം മുട്ടി അവസാനം എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ പോയി ചാകുക എന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയും അത് തെരഞ്ഞെടുക്കുകയും പോയി ചത്ത അല്ലെങ്കിൽ പോയി മരിച്ച ഒരു വീട്ടമ്മയെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല എന്ന്. ഇവിടെ ചത്താന്നുള്ളത് കട്ട് ചെയ്യണം. പോയി വേണോ വേണ്ടല്ലേ, ഞാനൊരു തെറ്റി പറഞ്ഞത്. അതൊന്നുകൂടെ കട്ട് ചെയ്യാം. ആ ചത്താന്നുള്ളത് കട്ട് ചെയ്തേ കേട്ടോ. പോയി ചാകുന്ന് പറഞ്ഞപ്പോൾ പോയി ചത്ത നമ്മൾ പറയണ്ട. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ നീ പോയി ചാക് എന്നാണ് ഭർത്താവ് പറയുന്നത്. എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭർത്താവ് പറഞ്ഞ അതേ വഴിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് അമ്മ എപ്പോഴും ചിന്തിച്ചു പോകുന്നു. ഇവിടെ ഈ ഒരു അമ്മയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവരും ഒരുപാട് ജോലിക്കായിട്ട്, അതായത് അധ്വാനിക്കാൻ യാതൊരു മടിയില്ല. BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഒരുപാട് വാതിലുകളാണ് അവർ മുട്ടിയത് ഒരു ജോലിക്കായിട്ട്. തനിക്ക് ക്വാളിഫിക്കേഷനും ഉണ്ട്, പക്ഷെ ആ വാതിലുകളെല്ലാം തന്നെ കുട്ടി അടയുകയായിരുന്നു. ഇവിടെ ഈ ഒരു യുവാവിനും ജോലിയുണ്ട്, പക്ഷെ അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇവരൊക്കെ ഇങ്ങനെ നിസ്സഹായരായി പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പറയും ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് അല്ലെങ്കിൽ എന്ന് പറയും. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു ജീവിതം എടുത്തു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നിരുന്നാലും വളരെ നിസ്സഹായമായിട്ട് നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഈ സമയത്തൊക്കെ നമ്മൾ പറയും നമുക്കൊന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഒന്ന് ഷെയർ ചെയ്യും നമ്മുടെ കൂട്ടുകാരോട്. ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടാവും, നമ്മൾ അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുമ്പോൾ അത് പോട്ടെ സാരമില്ല എന്ന് പറയാൻ ഈ പറയുന്ന ആളുകൾക്കൊന്നും തന്നെ ഒരുപക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അതായത് ഒരുപക്ഷെ അങ്ങനെ പറയേണ്ടവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഷൈനി അടക്കമുള്ളവർ അത് ഭയന്ന വാർത്ത വരുന്നത്. കാരണം വീട്ടിൽ അച്ഛനും അമ്മയും ഷൈനിയോട് പെരുമാറിയ രീതി എങ്ങനെയാണെന്ന് പിന്നീട് പുറത്തു വന്നിരുന്നു. ഭർത്താവ് എങ്ങനെയാണ് പെരുമാറുന്ന രീതി, കഷ്ടപ്പെട്ട ഒടുവിൽ ഒരു ജോലി ലഭിച്ചപ്പോൾ സ്വന്തം അച്ഛൻ തന്നെ അത് മുടക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ ചെയ്തു പോകുന്നതാണ് ഇവിടെ പലതും. ഇവിടെ കൊല്ലത്തും അത് തന്നെയാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ അജീഷും സുലും തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം ഒരുപക്ഷെ വേണമെങ്കിൽ അജീഷിന് തനിയെ ആത്മഹത്യ ചെയ്യാമായിരുന്നു, തനിക്കാണല്ലോ ഈ രസം. പക്ഷെ അജീഷ് കരുതി കാണും അത് കഴിഞ്ഞാൽ എന്റെ ഭാര്യയും കുഞ്ഞും ഒറ്റയ്ക്കായിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഈ സുലു ഭാര്യയോടും കൂടെ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും അവര് ആത്മഹത്യ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ അവര് പിന്നീട് ചിന്തിച്ച് കാണാം തങ്ങളുടെ കുഞ്ഞെന്ത് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇനി ആര് നോക്കും, അവന്റെ ഭാവി എന്തായിരിക്കും എന്ന് കരുതിക്കൊണ്ടായിരിക്കാം. ഒരിക്കലും പറ്റാത്ത, ആർക്കും സാധിക്കില്ല സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. എന്നിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഈ ഒരു ഇത് നടക്കുമ്പോ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, അച്ഛനില്ലായിരുന്നു. അങ്ങനെയാണ് ഇവര് ഇത്തരത്തിൽ ആത്മഹത്യ. അത് തന്നെയാണ് ഇവിടെയും. കാരണം ഈ ഷൈനി 2 മക്കളും ഒന്നിച്ചാണ് പോകുന്നത്. അതിൽ CCTV ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാം ഇളയ മകൾ പിടിച്ച് വലിക്കുന്നുണ്ട്, വേണ്ടാന്നുള്ള രീതിയിൽ പിടിച്ചു വലിക്കുന്നു. പക്ഷെ മൂത്ത മകൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അമ്മ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് നേരിൽ കണ്ട് വളരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അമ്മ തന്നോട് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോ മരിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ മകൾ ശരി അമ്മേ എന്നുള്ള രീതിയിൽ അമ്മയോടൊപ്പം തന്നെ
പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ പാളത്തിലേക്കും പള്ളിയിലേക്കും പോകുന്ന വഴി ഏതാണെന്ന് വ്യക്തമായ കുട്ടിക്ക് അറിയണം. കാരണം സ്ഥിരം പോയി വരുന്ന വഴിയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഭാര്യയോട് എല്ലാം പറയുകയാണ്. അപ്പോൾ അതായിരിക്കും ശരിയെന്ന് ഭാര്യയ്ക്കും തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ആവർത്തിക്കുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഇവർ പോയി ആരോടെങ്കിലും ഒരു പണം കടം ചോദിക്കട്ടെ, പണം കടം ചോദിച്ചാൽ ആരും ചിലപ്പോൾ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു 1000 രൂപയുടെ ആവശ്യമായിരിക്കാം. ആ 1000 രൂപയ്ക്കുള്ള ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവന് പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അത് ലഭിക്കാത്തിടത്തോളം കാലമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്കും, സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി വളർന്നവൻ വീണ്ടും വീണ്ടും ധനികനായി തന്നെ മാറുന്ന ഒരു കാര്യവും ഉണ്ടല്ലോ നമ്മുടെ ഈ നാട്ടിലെ ഒരു കീഴ്വഴക്കം പോലെ എന്നുള്ളതാണ്. എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തിനും ഒരു പോസിറ്റീവ് വശവും കൂടി ഉണ്ട് മറുവശത്ത് എന്നുള്ളിടത്താണ് നമ്മുടെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനിയും ഇത്തരം വാർത്തകളൊന്നും തന്നെ കേൾക്കാതിരിക്കാനുള്ള ഒരു ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.